ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ റൗണ്ടിലാണ് കേട്ടോ. ഞാനൊരു ടാസ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ലോഗോ ഏത് സ്ഥാപനത്തിന്റെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് നോക്കിയാലോ, വായോ. ചേച്ചി, ഈ ലോഗോ ഏത് സ്ഥാപനത്തിന്റെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അറിയാം, ഇത് കേരള ബാങ്കിന്റെ ലോഗോ ആണ്. എങ്ങനെ അറിയാം? എനിക്ക് അവിടെ ഹൗസിംഗ് ലോൺ ഉണ്ട്. നല്ലൊരു വീട് വെക്കാൻ എന്നെ സഹായിച്ചത് കേരള ബാങ്കാണ്. പിന്നെ പെട്ടെന്ന് വല്ല ആവശ്യമൊക്കെ വന്ന ഗോൾഡ് ലോണിന് ഞാൻ കേരള ബാങ്കിലേക്കാണ് പോവാറ്. ഈ ലോഗോ ഏത് സ്ഥാപനത്തിന്റെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇത് കേരള ബാങ്കിന്റെ അല്ലേ? എനിക്കറിയാം. എങ്ങനെ അറിയാം? ഞാൻ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള ബാങ്കിന്റെ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ജിപേയും ബിൽ പേയ്മെന്റും അങ്ങനെയൊക്കെ ഈ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നടത്താറ്. ഇപ്പോൾ UK പോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്തിരിക്കുന്നതും കേരള ബാങ്കിലാണ്. നല്ലൊരു ബാങ്കാണ്, എല്ലാ സർവീസും അടിപൊളിയാണ്. ഇത് കേരള ബാങ്കിന്റെ അല്ലേ? അത് എനിക്ക് അവിടെ അക്കൗണ്ടൊന്നും ഇല്ല. എന്നാലും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഈ കോവിഡ് കാലത്ത് ഒരാൾ ലോൺ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൗസിംഗ് ലോൺ. അപ്പൊ ഒരു 4 ലക്ഷം രൂപ അവർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് മരിച്ചുപോയി. എന്നിട്ട് അവർക്ക് അത് അടയ്ക്കാൻ പറ്റാണ്ട് ഒറ്റത്തവണ തീർപ്പാക്കലില് ആ അദാലത്തിൽ വെച്ചിട്ട് അവർക്ക് 1.25 ലക്ഷം രൂപ ഡിസ്കൗണ്ട് കിട്ടി. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് അവിടുത്തെ മാനേജർമാരും സ്റ്റാഫുകളൊക്കെ കൂടി കളക്ട് ചെയ്തിട്ടാണ് അവർക്ക് അടച്ചു കൊടുത്തത്. പിന്നെ ഈ ബാങ്കിനെ പറ്റി ഞാനൊരു കാര്യം ഈ ന്യൂസിലൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ അടുത്ത വയനാടിന്റെ ദുരന്തമൊക്കെ വന്നപ്പം 50 ലക്ഷം രൂപ ബാങ്കും 5 കോടി രൂപ അവരുടെ സ്റ്റാഫുകളൊക്കെ കൂടി കളക്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അതൊക്കെ നല്ലൊരു കാര്യമല്ലേ? ഞാൻ കരുതിയത് ഈ ലോഗോ അത്രയ്ക്കൊന്നും ഫെമിലിയർ ആയിരിക്കില്ല എന്നാണ്. പക്ഷേ ഒരു ബാങ്ക് എത്രത്തോളം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണ് നമ്മുടെ കേരള ബാങ്ക്. അപ്പോൾ കേരള ബാങ്ക് അതിന്റെ 5ാമത്തെ വാർഷികം ആഘോഷിച്ചു വരികയാണ്. അപ്പോൾ കേരള ബാങ്കിന് വിജയാശംസകൾ. അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ടാസ്കുമായിട്ട് വന്നിട്ടുള്ളത്. താങ്ക് യു.